അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മഖ്സൂം ഗോത്രക്കാരനായ മുഈറയുടെ പുത്രൻ അബൂ ഉമയ്യയുടെയും ആമിറിൻ്റെ മകൾ ആതിഖയുടെയും മകളായി ഹിജ്റയുടെ 24 വർഷങ്ങൾക്ക് മുമ്പാണ് ജനനം. ആദ്യ ഭർത്താവ് അബൂ സലമ എന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 4 നബി തങ്ങളുമായുള്ള വിവാഹം നടന്നത്. തൻ്റെ 84-ാം വയസ്സിൽ ഹിജ്റ 61 മഹദി അവർകൾ വഫാത്തായി. ജന്നത്തുൽ ബഖീഇലാണ് അവിടുത്തെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ നിർവഹിച്ച പ്രഥമ വനിത എന്ന പേരിലാണ് മഹദി അറിയപ്പെടുന്നത്. നബി പത്നിമാരിൽ അവസാനം മരണപ്പെട്ടത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവിയുടെ മകനും മുലകുടി ചേർച്ചയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭർത്താവിൻ്റെ കൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഇസ്ലാം സ്വീകരിച്ചു. ഇതോടെ ഖുറൈശികളുടെ നിഷ്ഠൂര മർദ്ദനങ്ങൾക്ക് ഇരുവരും ഇരയായി. പക്ഷേ അവർ പിന്തിരിയുകയോ ദൗർബല്യം കാണിക്കുകയോ ചെയ്തില്ല. മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശപ്രകാരം രണ്ടുപേരും അബിസീനിയയിലേക്ക് പലായനം ചെയ്തു. നാട്ടിലെ സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി കൊല്ലങ്ങളോളം അവർ നജാഷി രാജാവിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടി. പക്ഷേ ദിവ്യ സന്ദേശത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും കേന്ദ്രബിന്ദുവായ മക്കയായിരുന്നു മനസ്സിൽ. അബിസീനിയയിൽ ജീവനും വിശ്വാസത്തിനും രക്ഷയുണ്ടെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിൻ്റെ സംഖ്യബലം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ തുടർന്ന് ഖുറൈശികളുടെ ഉപദ്രവം കുറഞ്ഞിട്ടുണ്ടെന്നുമുള്ള വാർത്തകൾ അബിസീനിയയിലെ മുസ്ലിം അഭയാർത്ഥികൾക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരുന്നു. തന്നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്താൻ ആർത്തിപൂണ്ട ഒരു വിഭാഗം മക്കയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഉമ്മു സലമയും ഭർത്താവും അതിലുണ്ടായിരുന്നു. മക്കയിലെത്തിയപ്പോഴാണ് അബിസീനിയയിൽ ലഭിച്ച വാർത്തകൾ കള്ളമാണെന്ന് മനസ്സിലായത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും മതമാറ്റത്തിനു ശേഷം മുസ്ലിങ്ങൾ കാണിച്ച ധൈര്യം ആവേശവും തല്ലിക്കെടുത്താൻ ഖുറൈശികൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുമ്പില്ലാത്ത വിധം മുസ്ലിങ്ങൾക്കെതിരെ മർദ്ദനത്തിൻ്റെയും ഭീഷണിയുടെയും എതിർപ്പുകൾ കൂടി വന്നു. ഈ സമയം മദീനയിലേക്ക് പലായനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് അനുവാദം നൽകി. ഉമ്മു സലമയും ഭർത്താവും കുഞ്ഞും മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവിച്ച ക്ലേശങ്ങളെക്കുറിച്ച് ബിവി ഇങ്ങനെ വിവരിച്ചു. മദീനയിലേക്ക് പുറപ്പെടാൻ അബൂ സലമ ഒരു ഒട്ടകത്തെ സജ്ജമാക്കി. ഞാനും കുഞ്ഞും ഒട്ടകപ്പുറത്തിരുന്നു. ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയും ചെയ്തു. മക്കയോട് വിടവാങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തക്കാരായ മഖ്സൂം വംശത്തിൽപ്പെട്ട ചില പുരുഷന്മാർ ഞങ്ങളെ കണ്ട് തടഞ്ഞു നിർത്തി. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, നീ ഏതായാലും ഞങ്ങളെ തോൽപ്പിച്ചു. നിനക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഇവൾ ഞങ്ങളുടെ കുട്ടിയാണ്. ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നിട്ടവർ അദ്ദേഹത്തിൽ നിന്നും ബലം പ്രയോഗിച്ചു തന്നെ അവളെ പിടിച്ചുമാറ്റി. ഇതു കണ്ട ഭർത്താവിൻ്റെ കുടുംബക്കാരായ അബ്ദുൽ അസദ് ഗോത്രക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബക്കാരിൽ നിന്നും അവൻ്റെ ഭാര്യയെ നിങ്ങൾ ബലമായി പിടിച്ചെടുത്തു. അതുകൊണ്ട് കുട്ടിയെ ഞങ്ങൾ വിട്ടുതരില്ല. അവൻ ഞങ്ങളുടെ കുട്ടിയാണ്. ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ അവകാശം. സലമയെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. അവൻ്റെ കൈസന്ധി തെറ്റി. ഒടുവിൽ അവർ അവനെ കൈവശപ്പെടുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മതവും ജീവനും കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ടു. മഖ്സൂം വംശക്കാരിൽ അകപ്പെട്ട ഞാൻ ഭർത്താവിനെയും കുഞ്ഞിനെയും ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് 1 വർഷം തള്ളി നീക്കി. ഒരു ദിവസം എൻ്റെ പിതൃവ്യപുത്രരിൽ ഒരാൾ എൻ്റെ സങ്കടം മനസ്സിലാക്കി. സഹതാപവും ദയവും തോന്നിയ അയാൾ എൻ്റെ സ്വന്തക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പാവത്തെ വിട്ടയക്കുന്നില്ലേ? ഇവൾക്കു ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടത് നിങ്ങളല്ലേ കാരണക്കാർ എന്ന് അയാൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ മനസ്സുമാറിയ അവർ പറഞ്ഞു, നിനക്കിഷ്ടമാണെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളൂ. പക്ഷേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ കുഞ്ഞ് മക്കയിൽ അബ്ദുൽ അസദ്കാരുടെ അടുക്കൽ വിട്ട് ഞാൻ എങ്ങനെ പോകും?
തൻ്റെ വേദന മനസ്സിലാക്കിയ ചിലർ അബ്ദുൽ അസദുകാരുമായി സംസാരിക്കുകയും തൽഫലമായി അവർ കുഞ്ഞിനെ വിട്ടു നൽകുകയും ചെയ്തു. അങ്ങനെ ഞാനും കുഞ്ഞും ഭർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു. നീണ്ട കാലയളവിനു ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടി. അബൂ സലമയും കുടുംബവും സന്തോഷിച്ചു. നാളുകൾ കഴിഞ്ഞു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോടൊപ്പം നിർണായക വിജയിച്ച് തിരിച്ചു വന്നു. ഉഹദ് യുദ്ധത്തിലും അബൂ സലമ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. നിസാരമായ പരിക്കുകളോടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ചികിത്സിച്ചപ്പോൾ മുറിവുണങ്ങി, പക്ഷേ രോഗം മൂർച്ഛിച്ച് കിടപ്പിലായി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയെ സന്ദർശിച്ചു. ദുആ ചെയ്തു മടങ്ങാനിരിക്കെ അബൂ സലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പരലോക വിജയത്തിനു വേണ്ടി ദുആ ചെയ്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വന്തമായി ആരും മദീനയിലില്ല. വിവാഹപ്രായം പിന്നിട്ട 4 കുട്ടികളാണ് കൂട്ടിനുള്ളത്. മഹാനായ അബൂ സലമക്ക് പകരമാകാൻ പറ്റിയ ആരും ഇല്ല. മറ്റാരുടെ കാര്യത്തിലും മുസ്ലിങ്ങൾ ഇത്ര ദുഃഖിച്ചിട്ടില്ല. അറബികളുടെ വിധവ എന്നർത്ഥം വരുന്ന അയ്യുമുൽ അറബ് എന്ന് അവർ ആ മഹദിക്ക് പേരിടുകയും ചെയ്തു. ഹിജ്റ 4-ാം വർഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവാഹം കഴിച്ചു. ബുദ്ധിയും പക്വതയും അന്തസ്സുമുള്ള ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരിസ്ഥിതികൾ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ ജീവിച്ചു. അവരുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാളിച്ചു വളർത്തി. ഹിജ്റ 6-ാം കൊല്ലം മക്കയിലേക്കുള്ള ഉംറ യാത്രയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. ഈ യാത്രയിലാണ് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും തടയുന്നതും തുടർന്ന് ഹുദൈബിയ സന്ധി രൂപം കൊള്ളുന്നതും. ഈ സംഭവത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വഹിച്ച മഹത്തായ പങ്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ഈ ഉടമ്പടിക്കു ശേഷം ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. ഖൈബർ യുദ്ധം, മക്ക വിജയം, ത്വായിഫ് ഉപരോധം, ഹവാസിൻ, സഖീഫ് യുദ്ധങ്ങൾ എന്നിവയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചിട്ടുണ്ട്. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാഇൽ അവർ പങ്കെടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനു ശേഷം ദീർഘകാലം ജീവിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് നിർഭാഗ്യകരമായ പല കാര്യങ്ങളും കാണേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയോടൊപ്പം നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.